വിജനമായ ഒരു ലോകമാണ് കടൽ. അതിരുകളില്ലാത്ത നീലപ്പരപ്പ്. ഭൂമിയുടെ മുക്കാൽ ഭാഗവും നിറഞ്ഞു നിൽക്കുന്നത് കടലാണ്. ജീവജാലങ്ങളുടെ വലിയ ഒരു കലവറയാണ് കടൽ. കടലിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കടലിൻ്റെ ആഴങ്ങളിൽ ഒട്ടനവധി വിസ്മയങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. കടലിൻ്റെ ഉപരിതലം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അലകൾ, തിരമാലകൾ, ചുഴികൾ, സുനാമി എന്നിവയെല്ലാം കടലിൽ ഉണ്ടാകുന്നു. കടലിലെ ശക്തമായ കാറ്റുകളാണ് തിരമാലകൾക്ക് കാരണമാകുന്നത്. കടൽ ജലത്തിന് ഉപ്പ് രസമുണ്ട്. അതുകൊണ്ട് തന്നെ കടൽ ജലം കുടിക്കാൻ സാധ്യമല്ല. ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിൽ കടലിന് വലിയ പങ്കുണ്ട്. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ കടലിന് നിർണായകമായ സ്ഥാനമുണ്ട്. കടലിൽ നിന്നുള്ള ബാഷ്പീകരണത്തിലൂടെയാണ് മഴ ഉണ്ടാകുന്നത്. മനുഷ്യന് എന്നും ഒരു സമസ്യയെ തുടരുന്ന ഒന്നാണ് കടൽ. കടൽ ജീവികളുടെ ആവാസ കേന്ദ്രമാണ്. വലിയ തിരമാലകൾ, ഡോൾഫിനുകൾ, വിവിധയിനം മത്സ്യങ്ങൾ, പവിഴപ്പുറ്റുകൾ, ആൽഗകൾ തുടങ്ങിയവ കടലിൽ കാണപ്പെടുന്നു. പലതരം ചെറുതും വലുതുമായ സസ്യങ്ങളും കടലിൽ വളരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. അതിനുശേഷം വലിപ്പത്തിൽ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ദക്ഷിണ സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയാണ്. കടലിൻ്റെ ആഴങ്ങൾ ഇന്നും ശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ അത്ഭുതമാണ്. മരിയാന ട്രെഞ്ച് ആണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഇതിൻ്റെ ആഴം ഏകദേശം 11,000 മീറ്ററാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടി ഇറക്കി വെച്ചാൽ പോലും അവിടെ എത്തില്ല. കടൽ മനുഷ്യന് പലതരത്തിൽ ഉപകാരപ്രദമാണ്. മത്സ്യബന്ധനം, ഗതാഗതം, വ്യാവസായിക ആവശ്യങ്ങൾ തുടങ്ങിയവയ്ക്ക് കടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ കടലിൽ നിന്ന് ഉപ്പ്, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയും ലഭിക്കുന്നു. കടലിൻ്റെ സൗന്ദര്യം കാരണം ധാരാളം ആളുകൾ കടൽത്തീരങ്ങളിൽ വിനോദത്തിനായി എത്തുന്നു. എങ്കിലും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കടലിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ കടലിൽ എത്തുന്നത് കടൽജീവികൾക്ക് ഭീഷണിയാണ്. കടലിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. കടലിൻ്റെ അടിത്തട്ട് ഒരു അത്ഭുത ലോകമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 70% ഭാഗവും കടലാണ്. ഈ വിശാലമായ ജലപ്പരപ്പിനടിയിൽ മനുഷ്യൻ്റെ ഭാവനയെപ്പോലും അതിശയിപ്പിക്കുന്ന ഒരു ലോകം ഒളിഞ്ഞുകിടപ്പുണ്ട്. അതാണ് കടലിൻ്റെ അടിത്തട്ട്. ഇരുളും അതിശൈത്യവും ഉയർന്ന മർദ്ദവും നിറഞ്ഞ ഈ ലോകം ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ശാസ്ത്രജ്ഞർക്ക് ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത നിരവധി രഹസ്യങ്ങൾ അവിടെയുണ്ട്. കടലിൻ്റെ അടിത്തട്ടിനെ അതിൻ്റെ ആഴമനുസരിച്ച് പല മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. സൺലൈറ്റ് സോൺ. കടലിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 200 മീറ്റർ വരെ ആഴമുള്ള ഈ ഭാഗത്താണ് സൂര്യപ്രകാശം എത്തുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജീവജാലങ്ങൾ കാണപ്പെടുന്നത്. പലതരം മത്സ്യങ്ങൾ, പവിഴപ്പുറ്റുകൾ, കടൽ സസ്യങ്ങൾ എന്നിവയെല്ലാം ഈ മേഖലയിൽ സമൃദ്ധമാണ്. ട്വിലൈറ്റ് സോൺ. 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ആഴമുള്ള ഈ ഭാഗത്ത് വളരെ കുറഞ്ഞ സൂര്യപ്രകാശം മാത്രമേ എത്തുന്നുള്ളൂ. ഇവിടെയുള്ള ജീവികൾക്ക് കാഴ്ചശക്തി കുറവായിരിക്കും. വലിയ കണ്ണുകളുള്ളതും സ്വയം പ്രകാശിക്കുന്നതുമായ ചില ജീവികളെ ഇവിടെ കാണാം. മിഡ്നൈറ്റ് സോൺ. 1000 മീറ്റർ മുതൽ 4000 മീറ്റർ വരെ ആഴമുള്ള ഈ ഭാഗത്ത് സൂര്യപ്രകാശം ഒട്ടുമില്ല. അതുകൊണ്ടിവിടെ പൂർണ്ണമായ ഇരുട്ടാണ്. ഉയർന്ന മർദ്ദവും തണുപ്പും കാരണം ഇവിടെ ജീവിക്കാൻ പ്രത്യേക കഴിവുകളുള്ള ജീവികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭീകരരൂപങ്ങളുള്ള ആംഗിൾ ഫിഷ്, ഭീമാകാരമായ സ്ക്വിഡ് തുടങ്ങിയവ ഈ മേഖലയിലെ നിവാസികളാണ്. അബീസൽ സോൺ. 4000 മീറ്റർ മുതൽ 6000 മീറ്റർ വരെ ആഴമുള്ള ഈ ഭാഗം അക്ഷരാർത്ഥത്തിൽ ഒരു തണുത്ത മരുഭൂമിയാണ്. ഉയർന്ന മർദ്ദവും താഴ്ന്ന ഊഷ്മാവും കാരണം ഇവിടെ ജീവിക്കുന്ന ജീവികൾ വളരെ കുറവാണ്. അബീസൽ പ്ലെയിൻ എന്നറിയപ്പെടുന്ന വലിയ നിരപ്പായ പ്രദേശങ്ങൾ ഇവിടെ കാണാം. ഹാഡൽ സോൺ. 6000 മീറ്ററിൽ കൂടുതൽ ആഴമുള്ള കടലിൻ്റെ ഏറ്റവും ആഴമേറിയ ഭാഗമാണിത്. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ മരിയാന ട്രെഞ്ച് ഈ മേഖലയിലാണ്. ഇവിടെയുള്ള മർദ്ദം ഉപരിതലത്തിലെ മർദ്ദത്തേക്കാൾ 1000 മടങ്ങ് കൂടുതലാണ്. എന്നിരുന്നാലും ഇവിടെയും ചിലതരം ബാക്ടീരിയകളെയും മറ്റ് സൂക്ഷ്മജീവികളെയും കണ്ടെത്തിയിട്ടുണ്ട്. കടലിലെ ജീവികളെ പല വിഭാഗങ്ങളായി തിരിക്കാം. സസ്തനികൾ, മത്സ്യങ്ങൾ, നട്ടലില്ലാത്ത ജീവികൾ, ഉരഗങ്ങൾ. സമുദ്രത്തിൽ ജീവിക്കുന്ന എന്നാൽ കരയിലെ സസ്തനികളെ പോലെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാൽ കൊടുത്ത് വളർത്തുന്ന ജീവികളാണ് ഇവ. ഇവയ്ക്ക് ശ്വാസമെടുക്കാൻ വായു ആവശ്യമാണ്. തിമിംഗലം. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം. കില്ലർ വെയിൽ പോലുള്ളവ വളരെ അപകടകാരികളും കൂട്ടമായി വേട്ടയാടുന്നവരുമാണ്. ഡോൾഫിൻ. ബുദ്ധിയുള്ളതും സൗഹൃദപരമായ ഈ ജീവികൾ മനുഷ്യരുമായി വേഗത്തിൽ ഇണങ്ങുന്നവയാണ്. ഇവയുടെ കൂട്ടമായുള്ള നീന്തൽ കാഴ്ചയ്ക്ക് മനോഹരമാണ്. കടൽപ്പശു. സസ്യഭുക്കായ ഈ ജീവികൾ വളരെ ശാന്തരാണ്. ഇവയ്ക്ക് നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. കടലിലെ ഏറ്റവും വലിയ വിഭാഗമാണ് മത്സ്യങ്ങൾ. എല്ലാ ആഴങ്ങളിലും ഇവയെ കാണാൻ കഴിയും. ഇവയുടെ ശരീരഘടനയും ജീവിത രീതിയും വളരെ വ്യത്യസ്തമാണ്. സ്രാവുകൾ. കടലിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാരിൽ ചിലരാണിവ. വെള്ളത്തിനടിയിലെ ജീവികളെ ഇവ വേട്ടയാടി തിന്നുന്നു. നീലത്തിമിംഗലം. ഇവ കൂടുതലും കൂട്ടങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇവയെ ഭക്ഷണത്തിനായി ധാരാളമായി ഉപയോഗിക്കുന്നു. മറ്റുള്ളവ ചെറു മത്സ്യങ്ങളായ മത്തി, അയല എന്നിവ മുതൽ വലിയ ട്യൂണ മത്സ്യങ്ങൾ വരെ ഈ വിഭാഗത്തിൽ പെടുന്നു. നട്ടലില്ലാത്ത ജീവികൾ. നട്ടലില്ലാത്ത ജീവികളാണ് ഈ വിഭാഗത്തിൽ കൂടുതലും. അവയുടെ ശരീരഘടന വളരെ ലളിതമാണ്. ജെല്ലി ഫിഷ്, ഓക്ടോപ്പസ്, ഞണ്ട്, കൊഞ്ച്, നക്ഷത്ര മത്സ്യം എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു.
ഉരഗങ്ങൾ. ഈ വിഭാഗത്തിൽ പ്രധാനമായും കടലാമകളെയാണ് കാണാറ്. ഇവ കരയിലാണ് മുട്ടയിടാറുള്ളത്. കടലിൽ വർഷങ്ങളോളം ജീവിക്കാനും ആഴങ്ങളിൽ സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. ഇതുകൂടാതെ കടൽപ്പക്ഷികൾ, പവിഴപ്പുറ്റുകൾ, കടൽപ്പുല്ലുകൾ, ആൽഗകൾ തുടങ്ങിയ നിരവധി ജീവികളും സസ്യങ്ങളും ചേർന്നതാണ് കടലിലെ സമ്പന്നമായ ആവാസ വ്യവസ്ഥ. ഓരോ ജീവിക്കും കടലിന്റെ സന്തുലിതാവസ്ഥയിൽ അതിൻ്റെതായ പങ്കുണ്ട്. മനുഷ്യരുടെ അമിതമായ മത്സ്യബന്ധനവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്.